ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ ഇന്നിങ്ങനെ കൊച്ചിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്, കല്ലൂർ. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മരുന്നൊക്കെ മേടിക്കാനുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ജസ്റ്റ് എന്താണ് കൊച്ചിയിലെ അവസ്ഥയെന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആളും അനക്കമൊന്നുമില്ല, ഫുൾ ഫ്രീസാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് കൊച്ചിയിൽ നിന്ന് ഇപ്പം നമ്മൾ സബർമതി റോഡ് എന്ന് പറഞ്ഞ് ചെറിയൊരു പോക്കറ്റ് റോഡാണ്, അങ്ങോട്ട് ജസ്റ്റ് എൻ്റർ ആവുക. സബർമതി റോഡിലേക്ക് ഓടിക്കാൻ കുറച്ച് പാടാണ്. ഓടിച്ചെടുത്തു, ചിന്ന പോക്കറ്റ് റോഡാണ്, ഓടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെറിയൊരു സ്ഥാപനമൊക്കെ വരും, വൈഫിൻ്റെ ചെറിയ സ്ഥാപനമൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ് ആൾ, ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് എല്ലാം സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോൺസോ കാർഡ്സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. ഓൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് അതിൻ്റെ ബോർഡ് കാണാം. ഞാൻ അവിടെ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യാം. ഇത് സബർമതി റോഡിൽ തന്നെയാണ് ഉള്ളത്, നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള റോഡാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നഗര കാഴ്ചകൾ കാണാം. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സ്ഥാപനം, ഓൺ പോയിൻ്റ് എന്ന് പറഞ്ഞ്. ബോർഡൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഓക്കെ, ടൗൺ ഫുള്ള് കാലിയാണ്. നമ്മളിപ്പം സ്റ്റേഡിയം ലിങ്കിൽ നിന്ന് എടപ്പള്ളി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, നല്ല കട്ട ബ്ലോക്ക് കിട്ടുന്ന ഈ സമയത്ത്. ഇപ്പോൾ സമയം ഒരു ഉച്ചയ്ക്ക് 12:30 മണി ആയിട്ടുണ്ട്. ആരുമില്ല, ആളും അനക്കവും ഇല്ല. നല്ല ചെക്കിംഗ് ഉണ്ട്, ആരും ഇറങ്ങാൻ നിൽക്കണ്ട. എനിക്ക് തന്നെ രണ്ടിടത്ത് ചെക്കിങ് കിട്ടി. പോലീസുകാർക്ക് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും സാധനങ്ങളൊക്കെ കാണിച്ച് കഥ പറഞ്ഞിട്ടാണ് വിട്ടത്. മരുന്ന് മേടിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ വിട്ടു. അത്യാവശ്യ കേസാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ലുലുവിൻ്റെ അങ്ങോട്ടൊക്കെ പോകാം, മരുന്ന് മേടിക്കാം. മരുന്ന് മേടിച്ചിട്ട് ലുലുവിൻ്റെ ആ സൈഡിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുള്ളൂ. അവിടുന്ന് ലുലുവിൽ നിന്ന് മേടിച്ച് യൂട്ടൺ അടിച്ച് നമുക്ക് വരാം. അപ്പോൾ നോക്കാം എന്താ അവസ്ഥയെന്ന് അങ്ങോട്ടൊക്കെ. ഓക്കെ, ഓക്കെ, നമ്മൾ കുറച്ച് ഓടി ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ കയറി നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെഡിക്കൽ സ്റ്റോർ വരുന്നത്. അവിടെ മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് ലുലു പോകേണ്ട കേസില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. കുറച്ച് അങ്ങനെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും വണ്ടി ഞാൻ ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെഡിക്കൽ സ്റ്റോർ.
ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് കൈ കാണിക്കുമെന്ന്. ഓൾറെഡി രണ്ടിടത്ത് ചെക്കിങ് കഴിഞ്ഞു. എന്തായാലും ലുലുവിൻ്റെ ഫ്ലൈ ഓവർ നമുക്ക് കയറാം. ഇവിടെ ഒന്നും തിരക്കില്ല കേട്ടോ. സാധാരണയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഫ്രീസാണ്. നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ലുലുവിൻ്റെ ഫ്ലൈ ഓവർ. അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നു. ലുലുവിൻ്റെ സീനൊക്കെ ആളും അനക്കൊന്നും ഇല്ല. എന്തായാലും മെട്രോ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഒന്നും തിരക്കില്ല, ആരെയും കാണാനില്ല. നോക്കി കഴിഞ്ഞാൽ കാണാമല്ലേ, ലുലു ഒക്കെ കാലിയാണ്, കട്ടക്കാലി കേട്ടോ, ആരുമില്ല. എന്താ ചെയ്യാല്ലേ, വീക്കെൻഡ് സൺഡേ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കേണ്ട ദിവസം. പക്ഷെ ആരുമില്ല, നല്ലത് തന്നെ. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ ഇരിക്കുക. ലുലു മാൾ കണ്ടല്ലോ, ലുലു മാളിലൊന്നും തിരക്കില്ല. അപ്പോൾ കൊച്ചിയിൽ എന്താണ് ഇന്ന് അവസ്ഥയെന്ന് അറിയേണ്ടവർ ഈ വീഡിയോ കണ്ടാൽ മതി. ആരും കൊച്ചിയിൽ ഇറങ്ങേണ്ട, ആരും ഇല്ല ഇവിടെ. കാലിയാണ്, ഫുള്ള് കാലിയാണ്. അടുത്ത പോലീസ് ചെക്കിങ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്യാണ്. പോലീസിൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വരാം. ഓക്കെ, ബൈ ബൈ. പോലീസിൻ്റെ ചെക്കിങ് വീണ്ടും കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല, ജസ്റ്റ് കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകൂടെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കാണിച്ചു. ഞാൻ മരുന്നും മേടിച്ചു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരുന്നു മെഡിക്കൽ സ്റ്റോർ. അവിടുന്ന് മരുന്ന് മേടിച്ചു. അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലൊക്കെ ഒത്തിരി ഇടന്ന് കറങ്ങിയാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത യൂട്ടേൺ അടിച്ചിട്ട് നേരെ വീട് പിടിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുന്നിടം വരെ എന്തായാലും കൊച്ചി നമുക്ക് കണ്ടുപോകാം. ഓക്കെ, വന്നോളൂ. കറക്കം എല്ലാം കഴിഞ്ഞ് ഫ്ലാറ്റ് എത്താറായി. നമ്മൾ ഒടിയാണ്, നേരെ വീടെത്തി. ലെഫ്റ്റിലേക്ക് ഒടിഞ്ഞ് വണ്ടി അപ്പം എന്തായാലും കൊണ്ട് ഒതുക്കിയിടാം. എന്തായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തിരിച്ചെത്തി. രണ്ടുമിടത്ത് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായി വരുന്നിടം വരെ ടാറ്റ, ബൈ ബൈ.